പണ്ടേതോ കാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നീട് കോൺഗ്രസ് വിരുദ്ധനായ കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ നിരന്തരം പുലഭ്യം പറഞ്ഞുകൊണ്ട് നടന്ന പ്രതിപക്ഷ നേതാവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ഒരാൾ പ്രച്ഛന്നമായിട്ടായിരിക്കും എതിർപ്പുണ്ടാകുക നമുക്ക് പറയാൻ പറ്റുകയില്ല. പ്രകടമായ എതിർപ്പാണെങ്കിൽ സമാധാനമുണ്ട്. അൻവർ തൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും, അല്ലെങ്കിൽ അൻവറിൻ്റെ ഏതെങ്കിലും ഒരു സിൽബന്തി തൃണമൂൽ കോൺഗ്രസിൻ്റെ പൂക്കളും പുല്ലും അടയാളത്തിൽ മത്സരിക്കും. അത് നേരിടാവുന്നേ ഉള്ളൂ. കാരണം നേർ പോരാട്ടത്തിൽ ഒരാൾ വരുന്നത് കുഴപ്പമില്ല. കുടിയേറ്റക്കാരിൽ നിന്ന് ഒരു MLA ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തിരുവമ്പാടിയിലുള്ള പോലെ, അല്ലെങ്കിൽ പേരാവൂരും ഇരിക്കൂറും ഒക്കെ ഉള്ള പോലെ, അല്ലെങ്കിൽ നേരത്തെ തളിപ്പറമ്പിലുണ്ടായിരുന്ന പോലെ ഒരു MLA. ട്രെൻഡ് വന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുഖമായിട്ട് ജയിക്കും. കാരണം നല്ലപോലെ മത്സരം സംഘടിപ്പിക്കുകയും പ്രവർത്തനം അതനുസരിച്ച് ചിട്ടയോടുകൂടി നടത്തുകയും ചെയ്യുകയാണെങ്കിൽ UDFന് നിസ്സാരമായിട്ട് ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരേ മണ്ഡലത്തിൽ മൂന്നാമത്തെ തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലമ്പൂരിലെ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് അവിടെ MLA ആയിരുന്ന കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് നടന്നതാണ്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ MP അംഗീകാരം ജയിച്ചു. രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പ് 1980 MLA ആയിരുന്ന C ഹരിദാസ് രാജിവെച്ചതിനെ തുടർന്ന് നടന്നതാണ്. അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിച്ച് ആ മണ്ഡലത്തിൽ വിജയിച്ചത് LDF സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിൻ്റെ തന്നെ ആര്യാടൻ മുഹമ്മദായിരുന്നു. ഇത് മൂന്നാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ്. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് അവിടെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആര്യാടൻ്റെ മകൻ ഷൗക്കത്താണ്. ആ മണ്ഡലത്തെ സംബന്ധിച്ച് പല തർക്കങ്ങളും പണ്ടേ തൊട്ടേ ഉണ്ട്. PV അൻവർ രാജിവെക്കുമ്പോൾ തന്നെ അദ്ദേഹം UDFന് പിന്തുണ പ്രഖ്യാപിക്കുകയും അവിടെ മത്സരിക്കുന്നില്ല എന്ന് അറിയിക്കുകയും അതോടൊപ്പം തന്നെ UDFൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് DCC പ്രസിഡന്റ് VS ജോയിയുടെ പേര് പ്രഖ്യാപിക്കുകയും ചെയ്തു. കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്ത ഒരാൾ UDFൽ ഔപചാരികമായ ഒരു സ്വീകരണം കിട്ടിയിട്ടില്ലാത്ത ആൾ UDFൻ്റെ പുറമ്പോക്കിൽ നിന്നുകൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന കൗതുകകരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. VS ജോയി സത്യത്തിൽ നല്ലൊരു ചെറുപ്പക്കാരനാണ്. മലപ്പുറം DCC വളരെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്നതിൽ ഇദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. അതേസമയത്ത് നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിനാണ് ആധിപത്യമുള്ളത്. ലീഗാധിപത്യം നിലനിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് 4 മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. ഒന്ന് നിലമ്പൂരാണ്, മറ്റത് വണ്ടൂരാണ്, മൂന്നാമത് തവന്നൂരാണ്, നാലാമത് പൊന്നാനിയാണ്. അപ്പോൾ അങ്ങനെ എണ്ണിച്ചുട്ടാപ്പം പോലെ 4 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതിലൊന്നിൽ സ്ഥാനാർത്ഥിയെ പാർട്ടിക്കാരനല്ലാത്ത ഒരാൾ, പണ്ടേതോ കാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നീട് കോൺഗ്രസ് വിരുദ്ധനായ കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ നിരന്തരം പുലഭ്യം പറഞ്ഞുകൊണ്ട് നടന്ന പ്രതിപക്ഷ നേതാവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ഒരാൾ ഞാൻ UDFൽ ചേരുകയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ഒരു ഡിമാൻഡ് വയ്ക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും വളരെ പരിഹാസമാണ് ഉണ്ടാക്കിയത്. പിന്നീട് അദ്ദേഹം പലതരത്തിൽ സമ്മർദ്ദം ചെലുത്തി, മുസ്ലിം ലീഗ് വഴിക്കും കോൺഗ്രസിലെ ചില നേതാക്കന്മാർ വഴിക്കൊക്കെ സമ്മർദ്ദം ചെലുത്തി ഏതാണ്ട് UDFുമായിട്ട് സഹകരിച്ച് പോകാം എന്ന ഘട്ടത്തിലെത്തുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പിൽ വരുന്ന 2 പേരുകൾ, ഒന്ന് VS ജോയിയുടേതും മറ്റത് ആര്യാടൻ ഷൗക്കത്തിൻ്റെയാണ്. ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നൊരു അഭിപ്രായം ചില കോൺഗ്രസ്സുകാർക്കുണ്ടായിരുന്നു, ചില മുസ്ലിം ലീഗുകാർക്കും ഉണ്ട്. കാര്യം ആര്യാടൻ ഷൗക്കത്തും അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന ആര്യാടൻ മുഹമ്മദും കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന 2 ലീഗ് വിരുദ്ധരായിരുന്നു. ലീഗുകാർക്ക് വളരെ വിരോധമുള്ള, ചെകുത്താൻ കുരിശ് കാണുന്ന പോലെയാണ് മുസ്ലിം ലീഗുകാർക്ക് ആര്യാടൻ്റെ പേര് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നേതാവായിരുന്നു അദ്ദേഹം. ജീവിച്ചിരുന്ന കാലത്ത് പുള്ളി ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി മകൻ ആ സ്ഥാനത്തേക്ക് വരുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റുകയില്ല. അങ്ങനെ മനഃശാസ്ത്രപരമായ ഒരു ഘടകം അവിടെ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ അതൃപ്തിയെ അതിജീവിച്ചുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ഇവിടെ VS ജോയിക്ക് തീർച്ചയായിട്ടും ഇച്ഛാഭംഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലൊക്കെ അത് വ്യക്തമാണ്. അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളും, പ്രവർത്തിക്കുമെന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന് ഒരു ഇച്ഛാഭംഗമുണ്ട്. അദ്ദേഹം പ്രതീക്ഷിച്ച സീറ്റ് കയ്യിൽ നിന്ന് വഴുതി പോകുന്നു എന്ന തോന്നലുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച VV പ്രകാശിൻ്റെ കുടുംബം ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ട് ഒരു നിലപാട് സ്വീകരിച്ചിട്ട് അത് മനഃശാസ്ത്രപരമായ ഒരു പ്രശ്നമാണ്. പ്രകാശ് മത്സരിച്ചപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് സഹായിച്ചില്ല എന്ന് അവർ വിചാരിക്കുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ള വേറെ കാര്യം. ഏതായാലും അങ്ങനെ ഉള്ള പ്രശ്നമുണ്ട്. പിന്നെ അതിലുപരിയായിട്ട് PV അൻവറിൻ്റെ വലിയ എതിർപ്പ് പ്രകടമായിട്ടാണോ പ്രച്ഛന്നമായിട്ടായിരിക്കും എതിർപ്പുണ്ടാകുക നമുക്ക് പറയാൻ പറ്റുകയില്ല. പ്രകടമായ എതിർപ്പാണെങ്കിൽ സമാധാനമുണ്ട്. അൻവർ തൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു, അല്ലെങ്കിൽ അൻവറിൻ്റെ ഏതെങ്കിലും ഒരു സിൽബന്തി തൃണമൂൽ കോൺഗ്രസിൻ്റെ പൂക്കളും പുല്ലും അടയാളത്തിൽ മത്സരിക്കുന്നു.
അത് നേരിടാവുന്നേ ഉള്ളൂ. കാരണം നേർക്ക് നേർ പോരാട്ടത്തിൽ ഒരാൾ വരുന്നത് കുഴപ്പമില്ല. മറിച്ച് ഈ താത്വികമായിട്ട് യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുകയും പിന്നിൽ നിന്ന് ഷൗക്കത്തിനെ കുത്തുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഇടതുപക്ഷം തീരെ അപ്രസക്തമായിട്ടുള്ള മണ്ഡലമല്ല നിലമ്പൂർ. അവിടെ CPM ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും നല്ലപോലെ പ്രവർത്തനം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടേതായ സൗകര്യങ്ങളുണ്ട്. ഒന്ന്, കേഡർ പാർട്ടിയാണ്, പ്രചരണ സംവിധാനം വളരെ ഫലപ്രദമാണ്. മൂന്നാമത് പണം ധാരാളമുണ്ട്. പിന്നെ സ്ഥാനാർത്ഥി കൂടി നല്ലതാണെങ്കിൽ വലിയ ഒരു മത്സരം ഉണ്ടാക്കാൻ സാധിക്കും. ഒരു പക്ഷേ ജയിക്കാനും വിരോധമില്ല എന്നൊരു സാഹചര്യമുണ്ട്. VS ജോയി ആയിരുന്നു അവിടെ കോൺഗ്രസ്സിന് നിർത്താവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി. ചെറുപ്പക്കാരനാണ്. പിന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളാണ്. ആ വിഭാഗത്തിൽ നിന്ന് ഈ കുടിയേറ്റക്കാരിൽ നിന്നും ഒരു MLA മലപ്പുറം ജില്ലയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആകെ വന്നിട്ടും പോയിട്ടും ഒരു ക്രിസ്ത്യാനി മലപ്പുറം ജില്ലയിൽ നിന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രീമാൻ AK ആൻ്റണി 1995 തിരൂരങ്ങാടിയിൽ മത്സരിച്ച് ജയിച്ചാണ്. പക്ഷേ ഈ കുർബാനയും കുമ്പസാരവും കുന്തിരിക്കും ഇല്ലാത്ത ആൻ്റണി ആരും ക്രിസ്ത്യാനിയായിട്ട് കൂട്ടിയിട്ടില്ല. അദ്ദേഹം കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ മത്സരിച്ചുള്ളൂ. അപ്പോൾ കുടിയേറ്റക്കാരിൽ നിന്ന് ഒരു MLA ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തിരുവമ്പാടിയിലുള്ള പോലെ, അല്ലെങ്കിൽ പേരാവൂരും ഇരിക്കൂറും ഒക്കെ ഉള്ള പോലെ, അല്ലെങ്കിൽ നേരത്തെ തളിപ്പറമ്പിലുണ്ടായിരുന്ന പോലെ ഒരു MLA മലപ്പുറം ജില്ലയിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ടായിരുന്നു. ജോയിയാണ് മത്സരിച്ചെങ്കിൽ. ഏതായാലും അത് ഇല്ലാതായിരിക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിങ്ങളിൽ തന്നെ ചില വിഭാഗങ്ങൾ, ചില ഗ്രൂപ്പുകൾ, ലീഗ് കൂടാതെ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ മുജാഹിദ്, ഇവർക്കൊക്കെ തീരെ സ്വീകാര്യനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ഷൗക്കത്ത്. അദ്ദേഹത്തിൻ്റെ പാഠം ഒന്നും ഒരു വിലാപം എന്ന സിനിമ ശ്രദ്ധിച്ചു കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ പുത്തൻ ആശയക്കാരെ അത് അതിനിശിതമായി വിമർശിക്കുകയും ഭയാനകമായിട്ട് പരിഹസിക്കുകയും ചെയ്യുന്ന ചിത്രമാണ്. അതുപോലെ തീവ്രവാദത്തിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ ദൈവനാമത്തിൽ എന്ന സിനിമ. അപ്പോൾ ഇങ്ങനെ ഈ വിഭാഗത്തിലേക്കപ്പെട്ട ആളുകൾ, ഈ വിധ്വംസക ശക്തികൾ അല്ലെങ്കിൽ മതമൗലികവാദികൾ, മതരാഷ്ട്രവാദികൾ, ഇവരൊക്കെ താത്വികമായിട്ട് രാഷ്ട്രീയമായിട്ടും ആര്യാടൻ ഷൗക്കത്തിനോട് വിരോധം വച്ച് പുലർത്തുന്നവരാണ്. രാഷ്ട്രീയമായ ശത്രുത വച്ച് പുലർത്തുന്നവരാണ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ എന്തുമാത്രം ബാധിക്കും എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല. പിന്നെ ഒരു ട്രെൻഡ് വന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുഖമായിട്ട് ജയിക്കും. കാരണം നല്ലപോലെ മത്സരം സംഘടിപ്പിക്കുകയും പ്രവർത്തനം അതനുസരിച്ച് ചിട്ടയോടുകൂടി നടത്തുകയും ചെയ്യുകയാണെങ്കിൽ UDF നിസ്സാരമായിട്ട് ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ്. ഇങ്ങനെ ചില പ്രതികൂല ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ മുമ്പിൽ ഇപ്പോഴുള്ള വെല്ലുവിളി. പക്ഷേ ശരിക്കും രാഷ്ട്രീയമായിട്ടുള്ള മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നതെങ്കിൽ UDF സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. CPM ഈ പോരാട്ടത്തെ എന്തുമാത്രം സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം.